Welcome to Khandwa Diocese. എല്ലാ ഷാലോം പ്രേക്ഷകർക്കും ഖണ്ഡ്വ രൂപതായിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ഖണ്ഡ്വ രൂപതയിലെ ഔളിയ മിഷൻ സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഔളിയ മിഷൻ സ്റ്റേഷനുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജർമ്മനിയിൽ നിന്നും വന്ന SSPS സഭാംഗമായ സിസ്റ്റർ ക്രിസ്റ്റബാൾഡിസ്. ആതുര സേവനം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ ഇന്ത്യയിലെത്തിയ സന്യാസിനിയായിരുന്നു അവർ. കുഷ്ഠരോഗം മൂലം ക്ലേശമനുഭവിക്കുന്ന നിരവധി പേരെ അവർ ഔളിയ പ്രദേശത്ത് കണ്ടുമുട്ടി. അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ട കുഷ്ഠരോഗികൾക്കായി അവർ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് അവർ ഇവിടെ കുഷ്ഠരോഗികൾക്കായി ഒരു ആശുപത്രിയും ആരംഭിച്ചു. മാറാരോഗമെന്ന് കരുതിയ കുഷ്ഠം ബാധിച്ച പലരെയും അവർ ചികിത്സിച്ച് സുഖപ്പെടുത്തി. तो मैं 11 साल की थी तो उधर सब इकरार എന്റെ करते थे 11ാം വയസ്സ് മുതലാണ് എനിക്ക് ഈ അസുഖം തുടങ്ങിയത്. റിയാക്ഷൻ ആയിരുന്നു. പക്ഷേ കാണുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. സന്ധികളിൽ ഭയങ്കര വേദന. രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു സിസ്റ്റർ ഇവിടെ ഒരു ആശുപത്രി നടത്തുന്നുണ്ട്, അവിടെ പോയി സിസ്റ്ററിനെ കാണാൻ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ സിസ്റ്ററിനെ കാണാൻ പോയി. സിസ്റ്റർ പറഞ്ഞു, ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ, ഏതായാലും 2 ആഴ്ച നോക്കട്ടെ. അതിനുശേഷം പപ്പ എന്നെ കാണാൻ വന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, 1 മാസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ 5 വർഷം ഞാൻ അവിടെ നിന്നു. എനിക്ക് ആദ്യ ദിവസങ്ങളിൽ ഒട്ടും ഉറക്കമില്ലായിരുന്നു. കാലുകളുടെയും കൈകളുടെയും സന്ധികളിൽ നീര് വന്നു. അപ്പോഴൊക്കെ സിസ്റ്റർ രാത്രിയിലും 2 പ്രാവശ്യം എന്നെ കാണാൻ വരും, ഗുളികകളും മരുന്നുകളും നൽകുവാൻ. സിസ്റ്റർ എന്നെ നല്ലവണ്ണം നോക്കി. പതുക്കെ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചു. സിസ്റ്റർ എന്നെ ഒത്തിരി സ്നേഹത്തോടെ പരിചരിച്ചു.
കുഷ്ഠരോഗം ഭേദമായവർക്ക് ഉപജീവനത്തിനായി കോൺവെന്റിനോട് ചേർന്നുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. രോഗികളായവരുടെ മക്കളെ സിസ്റ്റേഴ്സ് തന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പഠിച്ച് പിന്നീട് സർക്കാർ പരീക്ഷ എഴുതി ജോലി നേടിയവർ ഈ ഗ്രാമത്തിലുണ്ട്. അവർ ക്രിസ്റ്റബാൾഡിസ് സിസ്റ്ററെക്കുറിച്ച് പറയുന്നത് ദൈവമെന്നും അമ്മയെന്നും ഒക്കെയാണ്. ഞാൻ ആശാറാം കപിൽ. ഞാനിപ്പോൾ ഇൻഡോറിലാണ് താമസിക്കുന്നത്. എനിക്ക് 5-6 വയസ്സുള്ളപ്പോൾ ഞാനിവിടെ എത്തി. എൻ്റെ മുഖത്തും ശരീരത്തും കുഷ്ഠമായിരുന്നു. അമ്മ എന്നെ നന്നായി ചികിത്സിച്ചു. എന്നെ മാത്രമല്ല, എത്രയോ പേരെ. മനുഷ്യനെ സഹായിക്കുക എന്നതായിരുന്നു അമ്മയുടെ ലക്ഷ്യം. ഈ കുഷ്ഠരോഗം മൂലം എത്രയോ പേർ സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതരായി. അവരെയെല്ലാം അമ്മ ചേർത്ത് പിടിച്ചു. അവർക്ക് വേണ്ടിയാണ് ഈ ഹോസ്പിറ്റൽ. 100-200 കിലോമീറ്റർ അകലെയുള്ള എത്രയോ പേർ ഇവിടെ വന്ന് ചികിത്സിച്ച് സുഖപ്പെടുന്നു. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. लोगों को निकालने के बाद, अवहेलना के बाद, नफरत के बाद उन लोगों को माँ जी ने अपने गले लगाया, लोगों को ढूंढा और ऐसे लोगों के लिए अस्पताल बनाई कि उनका इलाज हो और उनको समय पे इलाज मिल पाए और अपनी बची हुई ज़िंदगी जी सके। ऐसे कितने ही लोगों के यहाँ के आते थे, यहाँ से करीबन 150-200 किलोमीटर के अंतराल में वो रोज़ जाती थी और रोज़ लोग ऐसे लोगों को ढूंढती थी कि ऐसे लोगों का इलाज करूँ, और कोई मिलता था उनको यहाँ ला के भर्ती करती थी और उनका इलाज करती थी और वो अच्छे होते थे और अपने पुनः वापस अपने घर चले जाते थे. സിസ്റ്റർ ക്രിസ്റ്റബാൾഡിസ് തുടങ്ങിവെച്ച ശക്തമായ ആതുര സേവന പ്രവർത്തനങ്ങൾ ആണ് ഖണ്ഡുവ രൂപതയിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു സ്വീകാര്യതയും ജനപിന്തുണയും നേടിത്തന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. Sister Cristobaldis, missionary sister of the servants of the Holy Spirit, followed up on the wonderful work of Franciscan missionary brothers who began offering their service to lepers, TB patients, sick and suffering at Aulia village. Sister had to do a lot of work, had to get lot of resources and support to help these lepers who were like outcasts. She began this mighty work supported by the Holy Spirit sisters and all their co-workers, and that whole area began a big revolutionary work at Aulia. And I come to know that there were thousands and thousands of people who came from far to receive health care at Aulia village. So we thank God for the gift of this great missionary, Sister Cristobaldis, SSPS, who began that hospital, St. Luke's Hospital at Aulia, and offered all the help possible to touch and heal all these lepers. And today, these lepers have been already well accepted in the society, and they have found a way to come out of all these sicknesses and troubles and difficulties. കുഷ്ഠരോഗം മാറ്റിയെടുക്കുക മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയ ഈ മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാവശ്യമായ എല്ലാ കാര്യങ്ങളും സിസ്റ്റർ ക്രിസ്റ്റബാൾഡിസിൻ്റെ നേതൃത്വത്തിൽ ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് ചെയ്തിരുന്നു. രോഗം മാറിയവരിൽ നിന്ന് പരസ്പരം വിവാഹം നടത്തിയും മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയും അവരെ തിരികെ ജീവിതത്തിലേക്ക് നയിക്കാൻ സിസ്റ്റേഴ്സിന് കഴിഞ്ഞു. എനിക്ക് ഈ അസുഖം ബാധിച്ചതിനു ശേഷം എന്നെ കുടുംബത്തിൽ നിന്നും എൻ്റെ ഗ്രാമത്തിൽ നിന്നും എല്ലാവരും ഉപേക്ഷിച്ചു. എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. നീ എവിടെയെങ്കിലും പോയി മരിക്ക് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു. എൻ്റെ അടുത്ത് ആകെ 10 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസമായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവരെന്നെ ഓടിച്ചു വിടുമെന്ന് ഞാൻ ഭയപ്പെട്ടു.
എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. എല്ലാവരും എന്നോട് ഭിക്ഷയാചിച്ച് ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. अक्कल दी कि भगवान जब मैं अब मरने वाला हूँ और जाना कहाँ, लोग वाले बोलते थे कि इधर भीख मांग के खाना जाओ, तो मैंने 3 दिन तक किसी का भीख भी मांगा नहीं, मैं कुछ भी नहीं खाया नहीं. फिर उधर से क्रिस्टोवाल्डिस माँ जी അപ്പോൾ സിസ്റ്റർ അമ്മ അതിലേ വന്നു. കൂടെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. അവർ സാധാരണ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഈ വഴിയാണ്. അവർ ചോദിച്ചു, ഇതാരാണ് ആ നിൽക്കുന്നത്? അവർ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പേടിച്ച് ഓടാൻ തുടങ്ങി. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ട് പോലുമില്ല. അവർ എൻ്റെ കയ്യിൽ പിടിച്ചു എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ളവരോട് ആദ്യം ഇവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അകത്ത് പോയി കിടക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അമ്മയാണെല്ലാം. കാരണം എൻ്റെ മാതാപിതാക്കൾ എന്നെ കുടുംബത്തിൽ നിന്നും ഇറക്കി വിട്ടതാണ്. അമ്മയാണ് എനിക്ക് ആശ്രയം തന്നത്. फिर अंदर मेरे को पकड़ के ले गए माँ जी, क्रिस्टोवाल्डिस माँ जी ले गए और फिर मेरे को अंदर ले गए और सब लोग को बोले कि ये लड़का है छोटा सा, ये कहाँ से आया है और इनको खाना दो और इसको बिस्तर दो और इसको अच्छा सुलाओ और मैं खाना खाया. मेरा അസുഖം ഭേദമായതിനു ശേഷം ഇവിടെ നിന്ന് അമ്മ എന്നെ വിവാഹം കഴിപ്പിച്ചു. അമ്മ എനിക്ക് ദൈവത്തെ പോലെയാണ്. അമ്മയാണ് എനിക്കെല്ലാം. കാരണം എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോഴും അമ്മയാണ് എന്നെ രക്ഷിച്ചത്. जीवन दिया है. शादी भी इसने सिस्टर लोगों ने करवाया, लेकिन भगवान और माँ जी इनका ही में हमारा सिस्टर वाल्डिस हमारे लिए ईश्वर ही है, ईश्वर है. പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയായതിനാൽ ഒരു കുഷ്ഠരോഗിയോടെന്ന പോലെ സിസ്റ്റർ ക്രിസ്റ്റോബാൾഡിസിനെയും ചിലർ കല്ലെറിയുകയും ആട്ടിയോടിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ തങ്ങളുടെ ശുശ്രൂഷയിൽ ഉറച്ചുനിന്നു. Sister Cristobaldis joyfully she took up this mission, even not knowing what will be the consequences, because those days the situation was not so favorable, but yet she took up and then she started to care for the patients. When she started to care for the patients, people opposed her. Even I have heard by the few patients who are alive, they shared with me that they used to throw stones wherever she go for a outreach program, that they used to think that she was a curse for them, that she is caring for these people. But then her faith and commitment to the Lord, that was so visible, that she did not give up. She was an embodiment of Christ's love itself. That was very clear. Because she never, I have heard from our senior sisters that she was a person who never expressed her own tiredness or her own ill health, but she gave all her time, even to that extent, even in the night she used to get up. And at the back of this building was her room attached to the inpatients department. Up to till 2008, this center served about 14,000 leprosy patients, out of which about 12,000 were admitted care was given. The rest were treated with drugs. And in 2000, about 3,000 patients were rehabilitated because they were thrown out of their family. They could not go back to their families. So in around Khandwa, Aulia, Indore, about 3,000 patients were rehabilitated and their children were educated, and many of them
they had nobody to marry or anything. So among the patients they got married and they settled, and their children are also educated, and many of them are working now. പതുക്കെ ആളുകളുടെ സുഖക്കേട് മാറാൻ തുടങ്ങി. ആൻഡ് സിസ്റ്റർ പോകാൻ അവർക്ക് ഒരു ഡിസ്പെൻസറിക്ക് ഒരു ജീപ്പ് കിട്ടി. ആ ജീപ്പ് കൊണ്ട് സിസ്റ്റർ വളരെയധികം ദൂരെ പോയി ആളുകൾ കൊണ്ടുവന്ന് നമ്മളെ ആസ്പത്രിയിലാക്കി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി അവർക്ക് ഒരു വീടുകൾ ഉണ്ടാക്കി. ആ വീടുകളിലും അവരെ നിർത്തി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ഈ സുഖേട് മാറാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് വളരെയധികം സിസ്റ്ററോട് ദയ വന്നു. അവർ സിസ്റ്റർ സ്നേഹിക്കാൻ തുടങ്ങി. സിസ്റ്റർ ഒരു ഡെഡിക്കേറ്റഡ് സിസ്റ്റർ ആയിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ സിസ്റ്റർ ആ മുറിവുകൾ കഴുകുന്ന സമയത്തും ആ ജലങ്ങളും ചോരയും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. സിസ്റ്റർ വരുമ്പോൾ ഊണ് കഴിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ചിലപ്പോൾ. എന്നാൽ സിസ്റ്റർ വളരെ അധികം ആ ആളുകളെ ശുശ്രൂഷ ചെയ്യുവാൻ പോവുകയും ചെയ്തു. എന്നാൽ സിസ്റ്ററിന് ചിലപ്പോൾ ഇത്തിരി അരിശം വരാറുണ്ട്. അവർ നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്യില്ല. കിടക്കുമ്പോൾ എലി വന്ന് കടിക്കാറുണ്ട് അവരെ. അപ്പോൾ അതുകൊണ്ട് നല്ല മാതിരി പൊതിഞ്ഞു കെട്ടാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യില്ല. അപ്പോൾ സിസ്റ്ററിന് ഒരിത്തിരി അരിശം വന്നിട്ട് അവർ ഒത്തിരി ഒച്ചയിലൊക്കെ വർത്താനം പറയാറുണ്ട്. അല്ലെങ്കിൽ സിസ്റ്റർ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാനും നല്ല സാധനങ്ങൾ മേടിച്ച് കൊടുക്കാനും തുണികളായിട്ടും ഫുഡായിട്ടും പെരുന്നാളുകൾ ആഘോഷിക്കുന്നതായിട്ടും വളരെയധികം സിസ്റ്റേഴ്സ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരാളും ഇങ്ങനെ ഒരു ജോലി ചെയ്യുകയില്ല ആ സമയത്ത്. അത്രയും ഉള്ള സൂക്കട ആയിരുന്നു. മണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അടുത്ത് പോവുകയില്ല. എന്നാലും സിസ്റ്റേഴ്സ് വളരെയധികം ശുശ്രൂഷ ചെയ്യും. തൻ്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, കുടുംബത്തിൻ്റെയും പിറന്ന നാടിൻ്റെയും സുരക്ഷിതത്വം, സൗഹൃദങ്ങളുടെ ഊഷ്മളത എല്ലാം തൻ്റെ ക്രിസ്തുവിനായി ഉപേക്ഷിച്ച് കടന്നുവന്ന് ധീരമായി ശുശ്രൂഷകൾ ചെയ്ത് സിസ്റ്റർ ക്രിസ്റ്റബാൾഡിസ് ഒടുവിൽ ക്യാൻസർ രോഗം ബാധിച്ച് ബോംബെയിൽ വെച്ചാണ് മരണമടയുന്നത്. ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടക്കുമ്പോഴും തൻ്റെ ഗ്രാമവാസികളുടെ വിശേഷങ്ങളായിരുന്നു അവർ അന്വേഷിച്ചിരുന്നത്. ഒടുവിൽ ഏതാനും ഗ്രാമവാസികൾ ആശുപത്രിയിലെത്തി അവരെ സന്ദർശിച്ചതിനു ശേഷം മാത്രമാണ് ആ പുണ്യാത്മാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. यहाँ तक कि जब लास्ट स्टेज पे जब बीमार थी वो बॉम्बे में അവസാന സമയങ്ങളിൽ അമ്മ ബോംബെ ഹോസ്പിറ്റലിൽ ഐസിയുവിലായിരുന്നു. തിരിച്ചു വന്ന് ഞങ്ങളെ എല്ലാവരെയും കാണണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾക്കതറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 10-12 പേർ അവിടെ പോയി അമ്മയെ കാണാൻ തീരുമാനിച്ചു. അവിടെ ചെന്നെങ്കിലും അമ്മ ഐസിയുവിലായിരുന്നതിനാൽ കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ കൂടെ നിന്നിരുന്ന സിസ്റ്റർ എൽസി പറഞ്ഞ് ഞങ്ങൾ ചെന്ന വിവരം അമ്മ അറിഞ്ഞു. അമ്മയ്ക്ക് സന്തോഷമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. सिस्टर एलसी उनके पास में थी. सिस्टर एलसी उनकी सेवा करती थी. सिस्टर एलसी ने उन्हें हमारे नाम लिए, जिसमें मैं एक सबसे छोटा था, बाकी सब बड़े भी थे. और हमारे नाम लिए तो माँ जी ने इशारों में कहा, मतलब उनको एहसास हुआ कि ये लोग आए मुझे देखने. उसके बाद ही उसके प्राण, मतलब उसके बाद हम तुरंत जैसे आए बाहर. ഞങ്ങൾ തിരിച്ചു പോന്ന് അരമണിക്കൂറിന് ശേഷം അമ്മയെ ഈശ്വരൻ തിരിച്ചു വിളിച്ചു. तो मतलब हमारे लिए ही थी वो. कुष्ठ रोगियों की सेवा करना ही उनका परम धर्म था. और उन्होंने सेवा करते करते ही अपने प्राण त्यागी. ഇന്ന് ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങൾ ഖണ്ഡുവ രൂപതയിൽ ചെയ്യുന്നുണ്ട്. ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം നൽകാൻ ഇവർ
മികച്ച വിദ്യാലയങ്ങൾ നടത്തുന്നു. വിജ്ഞാനത്തോടൊപ്പം വിശ്വാസവും ഇവർ ഈ ജനതയ്ക്ക് പകർന്നു നൽകുന്നു. കൂടാതെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് വിവിധ തൊഴിൽ പരിശീലന പരിപാടികളും സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ജനതയുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ദൈവത്തിൽ ആശ്രയിച്ച് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. പിന്നീട് ഞങ്ങൾ ഔളിയ മിഷന് കീഴിലെ മറ്റൊരു മിഷൻ സ്റ്റേഷനിലേക്കാണ് പോയത്. ചാണകവും ഗോമൂത്രവും കെട്ടിക്കിടക്കുന്ന വഴിയിലൂടെയാണ് യാത്ര. ഗ്രാമത്തിൻ്റെ ഗന്ധമറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ഇരുചക്രവാഹനത്തിൽ ഇതുവഴി പോകുന്നത് ദുഷ്കരമാണ്. ആ വഴി പിന്നിട്ട് ഞങ്ങൾ ഒരു ഗ്രാമത്തിലെത്തി. കുടങ്ങളിൽ വെള്ളം നിറച്ചു കൊണ്ടുപോകുന്നവരെയും വെള്ളമെടുക്കാൻ എത്തുന്നവരെയും കാണാം. കുഴൽക്കിണറിൽ നിന്നുമാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നത്. കുഴൽക്കിണറിൻ്റെ ലിവറിൽ തൂങ്ങിയാടി വെള്ളമെടുക്കാൻ അമ്മയെ സഹായിക്കുന്ന കുട്ടികളെയും കാണാം. നിലത്തിരുന്ന് തുണിയലക്കുന്നവർ, തകര ഷീറ്റുമേഞ്ഞ വീടുകൾ, വഴിയാത്രക്കാരെ കൗതുകത്തോടെ നോക്കുന്ന കാളകൾ, വെയിലിൽ ഉണക്കിയെടുത്ത മൺകട്ടകൾ കൊണ്ടും കല്ലുകൾ അടക്കിവെച്ചും നിർമ്മിച്ച കൂരകളിലാണ് കൂടുതൽ പേരും താമസിക്കുന്നത്. അങ്ങിങ്ങായി ചുടുകട്ടകളും സിമന്റും ചേർത്ത് നിർമ്മിച്ച വീടുകളും കാണാം. അത് ഗ്രാമത്തിലെ സമ്പന്നരുടേതാണ് എന്ന് മനസ്സിലാക്കാം. അത്തരം വീടുകൾക്ക് പുറത്തുവച്ചിരിക്കുന്ന ഡിഷ് ആൻറ്റിന തന്നെയാണ് അതിൻ്റെ അടയാളം. മണ്ണും ചാണകവും ചേർത്ത് കുഴച്ച് ഭിത്തികളിൽ തേച്ചു പിടിപ്പിച്ചാണ് വീടുകൾക്ക് ഉറപ്പ് നൽകുന്നത്. മേൽക്കൂരയായി വച്ചിരിക്കുന്ന തകര ഷീറ്റുകൾ കാറ്റിൽ പറന്നു പോകാതിരിക്കാൻ കല്ലുകൾ എടുത്തുവച്ചിരിക്കുന്നതും കാണാം. ഇതും ഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്. കുട്ടിക്കാലത്ത് സ്കൂൾ അസംബ്ലിയിൽ വലതുകൈ നീട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞ ഭാരതീയരായ നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ് ഇവിടെ കഴിയുന്നത്. ഇവർക്കിടയിലാണ് മിഷണറിമാരായ വൈദികരും സിസ്റ്റേഴ്സും പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഉന്നമനമാണ് അവരുടെ ലക്ഷ്യം. നഗരങ്ങളിലെ അത്യാധുനിക ആശുപത്രികളിലും 5 സ്റ്റാർ സ്കൂളുകളിലും മാത്രമല്ല, ഇതുപോലുള്ള ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിൽ കാറ്റും വെയിലും പൊടിയുമേറ്റ് ദൈവസ്നേഹം പകർന്നുകൊണ്ട് ഭവനങ്ങൾ കയറിയിറങ്ങുകയാണ് നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും. സകല ജനത്തിൻ്റെയും രക്ഷയ്ക്കുവേണ്ടി കുരിശിൽ ബലിയായി തീർന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലിരുന്ന് നിത്യവും നടത്തുന്ന ദൈവാരാധനയിലൂടെയാണ് ഇവർക്ക് പ്രതികൂല സാഹചര്യങ്ങളിലും ആത്മാക്കളുടെ രക്ഷയ്ക്കുവേണ്ടി അധ്വാനിക്കാനുള്ള ശക്തി ലഭിക്കുന്നത്. ആരാധനയിലൂടെ ദൈവവുമായി നിത്യേനയുള്ള ഹൃദയ സംഭാഷണത്തിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഇവർ മുന്നോട്ടു പോകുന്നു. ഔളിയ മിഷനിലും കാഞ്ചബൈഡ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലും ആത്മീയ ശുശ്രൂഷകളിൽ സഹായിക്കുന്ന FCC കോൺവെന്റിലെ സന്ധ്യാപ്രാർത്ഥനയോടെ ഈ ദിവസത്തെ യാത്രകൾ അവസാനിക്കുകയാണ്. അപ്പോഴും മഠത്തിൻ്റെ ചാപ്പലിൽ തദ്ദേശീയരായ അർത്ഥിനികളും മലയാളികളായ സിസ്റ്റേഴ്സും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരാധനാ ഗാനങ്ങൾ ആലപിക്കുകയായിരുന്നു.